സെക്കൻഡ് ട്രൈംസ്റ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ട്രൈംസ്റ്ററിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ ഇമ്പ്രൂവ് ആയി, ഫുഡിന്റെ ഇൻടേക്ക് ഇമ്പ്രൂവ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങുന്നു, വെയിറ്റ് കൂടുന്നു, അതനുസരിച്ച് നമ്മുടെ ഇൻട്രസ്റ്റും കൂടി വരുന്നു. അപ്പം എല്ലാ ഫുഡുകളും നമുക്ക് വാരി വലിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കുക അതാണ് ഹെൽത്തി, അങ്ങനെ ഒരു മിസ്ലീഡ് നമ്മൾ ചെയ്യുന്നുണ്ട് പലരും. കാരണം നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിച്ചാൽ മാത്രമേ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കൂ, റിക്വയർമെന്റ് ഒരുപാട് കഴിക്കുക, ഡബിളായിട്ട് കഴിക്കുക, ബേബിക്കും അല്ലെങ്കിൽ മദറിനും വേണ്ടി നിങ്ങൾ ഡബിളായിട്ട് കഴിക്കുക. അങ്ങനെ കഴിച്ച് നമുക്ക് ഒരുപാട് പ്രോബ്ലംസും വരാം. സോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാണ്ടിറ്റി ഒരുപാട് കൂട്ടി കഴിക്കുക അല്ലെങ്കിൽ വാരി വലിച്ച് ഫുഡ് കഴിക്കുക എന്നതിലല്ല. കഴിക്കുന്ന ഫുഡ് എപ്പോഴും ഹെൽത്തി ആയിട്ട് കഴിക്കുക, സെലക്ട് ചെയ്ത് കഴിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങളുടെ ഹെൽത്തിനും ബേബിയുടെ ഹെൽത്തിനും വേണ്ടി കഴിക്കുക. സോ കഴിക്കുന്നതെല്ലാം ന്യൂട്രിയൻസ് ഡെൻസ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടൈമിങ്ങും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമുക്ക് നോർമലി കഴിക്കുന്ന റിക്വയർമെന്റിൽ ഒരിക്കലും ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നോർമലി സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, സോ നമ്മളത് സ്കിപ്പ് ചെയ്യുന്നു, ലഞ്ചിലോട്ട് വരുന്നു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ക്വാണ്ടിറ്റി കുറച്ചാലും നോ പ്രോബ്ലം, ബട്ട് റിക്വയർമെന്റ് കറക്റ്റ് ആയിട്ട് കൊടുത്ത് കഴിക്കാം. ഒരു 6 to 7 ടൈംസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഡയറ്റിനെ മോഡിഫൈ ചെയ്ത് ഫുഡിൻ്റെ ഇൻടേക്ക് കൂട്ടാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ കഴിക്കുന്ന ഐറ്റംസ് എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ന്യൂട്രിയൻസ് കണ്ടന്റും പ്രഗ്നൻസിയിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബേബി ഒരു ഫീച്ചറിൽ നിന്ന് ഒരു ബേബിയിലോട്ടുള്ള ഒരു ഗ്രോത്താണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിനുവേണ്ട എല്ലാ ന്യൂട്രിയൻസും പ്രോപ്പറായിട്ട് നമ്മുടെ മദർ എന്ന നിലയിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യേണ്ടതായിട്ടുണ്ട്.